ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ കറിയാണ്. ഞാൻ മത്തങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മത്തങ്ങ അരിഞ്ഞ് ക്ലീൻ ചെയ്ത് ഞാൻ അടുപ്പിൽ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് തുമരപ്പരിപ്പും കൂടെയാണ്. തുമരയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി വേവിച്ചെടുക്കാം. ഞാനിവിടെ അതിന് വേണ്ടുന്ന ചേരുവകൾ എടുത്തിട്ടുള്ളത് തേങ്ങ ചിരകിയത്, ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, നല്ല ജീരകം, പച്ചമുളക്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ കടുക് വറക്കാനായിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങളാണ് ഇത്. വറ്റൽമുളകുണ്ട്, അതുപോലെ തന്നെ തേങ്ങ നമുക്ക് വറുത്ത് അതിനകത്ത് ഇടണം. അതിനു വേണ്ടി കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കരിയാപ്പിലയുണ്ട്. നമുക്കിനി കടുക് വറക്കാം. നമ്മുടെ കടുക് വറക്കാനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസ്റ്റാർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒനിയൻ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ കൂടെ തന്നെ എളുപ്പ വഴിക്ക് തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കും. തേങ്ങായും ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കരിയാപ്പിലയും വറ്റൽമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മുടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഇളക്കി നമ്മുടെ മത്തങ്ങയും തുമരയും കൂടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഉടച്ചിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് അരപ്പ് ചേർത്ത് നമ്മുടെ അരപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്കിനി അത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് യോജിപ്പിക്കാം. ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മുടെ കായം പൊടി ഒരു നുള്ള് വെതറി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാൻ അത് ഇട്ട് കൊടുക്കാറുണ്ട്. നമുക്ക് ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പംകിൻ ഡാൽ കറി റെഡിയാണ്. നല്ല സ്വാദാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് യോജിപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.